ബാഗ് ഉണ്ടാക്കിയാലോ? ഞാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ് ഇത് എടുത്തു കൊടുക്കുന്നത്. പൊമ്പപ്യൂറിൻ്റെ പ്ലെയിൻ ബാഗാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് പൊമ്പപ്യൂറിൻ്റെ പ്ലെയിൻ ബാഗ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ആ ഒരു ബാഗ് ഉണ്ടാക്കി കൊടുക്കാം. ബാഗ് ഉണ്ടാക്കാൻ വൈറ്റ് പേപ്പർ എടുക്കുക. അതിലോട്ട് ഞാൻ ബ്ലൈൻഡ് ബാഗ് എന്നാണ് ഗൈസ് എഴുതി കൊടുക്കുന്നത്. നമുക്ക് അതിൻ്റെ പൊമ്പപ്യൂറിനൊക്കെ എഴുതി കൊടുക്കാം. ഞാനൊരു ബ്രൗൺ പെൻ വെച്ചിട്ടാണ് എഴുതുന്നത്, വരയ്ക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. അതായത് കണക്കിന് എഴുതി എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് അതിന് വരച്ചു കൊടുക്കാം. വരച്ചു കൊടുക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും ഞാനത് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ വരച്ചിട്ടില്ലേ? നെക്സ്റ്റ് നമുക്ക് ഇനി ഇതിനെ കളർ ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഡാർക്കായിട്ടുള്ള യെല്ലോയും കൊടുത്തിട്ട് ബ്രൗൺ കളറുമാണ് കൊടുക്കുന്നത്. ചെസ്റ്റ്നട്ട് ബ്രൗൺ ആയിരിക്കും എടുക്കുന്നത് നല്ലത്. പിന്നെ നമ്മൾ ടെക്സ്റ്റിന് നമ്മൾ ബ്രൗൺ വെച്ച് ഒന്ന് ഔട്ട്ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി റയറിറ്റി എഴുതാം. റയറിറ്റി 4 എണ്ണം ഞാൻ എഴുതിയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്, കളർ അടിച്ച് കൊടുക്കുന്നുണ്ട്. അടുത്ത് നമുക്ക് സ്കിഷി ഉണ്ടാക്കാം. സ്കിഷി എന്ന് പറയുമ്പോൾ ഒറ്റൊരു വൈറ്റ് പേപ്പർ മതി. അതൊരു ബുക്കിൻ്റെ വൈറ്റ് പേപ്പർ മതി. A4 എടുക്കണ്ട. ഞാനിവിടെ 2 എണ്ണം ഉണ്ടാക്കണം. എനിക്ക് ഇഷ്ടമായിരുന്നു. ഒന്നും ഞാൻ വരച്ചു കൊടുക്കും. എനിക്ക് ആദ്യം വരച്ചതിനേക്കാളും കാണിക്കുന്നുണ്ട്. ഇതിന് മടക്കിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പേപ്പർ 2 സൈഡ് നമുക്ക് കവർ ചെയ്താൽ മതിയല്ലോ. ഇനി നമുക്ക് ഒരു സൈഡ് കവർ ചെയ്യില്ലേ, നമുക്ക് അതിനെ ഒന്ന് സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. സ്റ്റഫ് ചെയ്യാൻ പ്ലാസ്റ്റിക്കോ പഞ്ഞോ നമുക്ക് യൂസ് ചെയ്യാം. നല്ലപോലെ സ്റ്റഫ് ചെയ്യണം പ്ലീസ്, എങ്കിലേ നല്ല സൗണ്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ല രസമായിരിക്കും. അടുത്ത രണ്ടാമത് വരച്ചതാണെങ്കിൽ ഇതും അതൊന്നും നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. ഒട്ടും പിശുക്കില്ലാന്ന് വേണം നമ്മൾ പഞ്ഞ് നിറയ്ക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കുത്തിയറച്ചു ഈ തറയിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ടേബിളിൽ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്ക് പ്യൂർ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. സ്റ്റിക്കേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ വെട്ടിയെടുക്കുന്ന സ്റ്റിക്കേഴ്സ് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇതെനിക്ക് വെട്ടിയെടുക്കുക. ടേപ്പ് എടുത്തിട്ടൊന്ന് വെട്ടിയെടുക്കുക. ഈ ലേസിൻ്റെ ബാക്കി വരുന്ന പേപ്പർ ഉണ്ടല്ലോ, അതിൻ്റെ മണ്ടയിൽ ഇതെല്ലാം കൂടെ വെച്ചിട്ട് മണ്ടയിൽ ടേപ്പ് അടിച്ചിട്ട് നമ്മൾ സ്റ്റിക്കർ വേണം. പിന്നെ നമുക്ക് ആ ഒരു യൂബോട്ട് പാക്കിംഗ് ടൈമാണ്. ഭാഗം ഞാൻ കട്ടായി പോയിരുന്നു. ഇതിന് കവർ ഉണ്ടാകുന്നത് അതൊന്നും എന്തെങ്കിലും കട്ടായി പോകും. അപ്പോൾ നമുക്ക് ഇത് ബാക്കി അതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കുക. ലാസ്റ്റ് യൂഗോട്ടും കൂടെ വെച്ചെടുത്ത് അടച്ചു വെച്ചാൽ നമ്മുടെ ബ്ലൈൻഡ് ബാഗ് റെഡി. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ല രസമില്ലേ?